കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി നിങ്ങളുടെ അടുക്കലേക്ക്, നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുവാൻ കർത്താവ് സഹായിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. അതിലുപരി പല ഡിവൈസുകളിലൂടെയും ഞങ്ങളെ കേൾക്കുകയും ഞങ്ങളെ കാണുകയും ചെയ്യുന്നവരെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു മെസ്സേജുണ്ട്, വളരെ സുപരിചിതമാണ്. നമ്മളതിന് പറയുന്ന മുടിയനായ പുത്രൻ്റെ കഥ, അല്ലെങ്കിൽ ധൂർത്തപുത്രൻ, അല്ലെങ്കിൽ അപ്പൻ്റെ സ്നേഹം, ഇങ്ങനെ പലതിനെക്കുറിച്ചും പറയാവുന്ന ഒരു മെസ്സേജാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ. 2 മക്കളിൽ ഒരു മകൻ, ഇളയ മകൻ, അപ്പനിൽ നിന്ന് തൻ്റെ അവകാശം വാങ്ങി ദൂരദേശത്തേക്ക് പോവുകയും അവിടുന്ന് ക്ഷാമം കൊണ്ട് വലഞ്ഞ് പോയപ്പോൾ സ്വന്തം ഭവനത്തിലുണ്ടായിരുന്ന ആ ഒരു സുഖകരമായ, സമൃദ്ധമായ, സന്തോഷകരമായ ഒരു ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട് തിരിച്ച് മകനാക്കാൻ ചാൻസ് ഇല്ല, കാരണം അവകാശങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞുവെങ്കിലും ഒരു കൂലിക്കാരനെ പോലെ കഴിയുവാൻ ആഗ്രഹിച്ചിട്ട് മടങ്ങി വരുന്ന ഒരു മകനെ കർത്താവ് ചിത്രീകരിച്ചിട്ടുണ്ട്. ആ വരുന്ന മകനെ അപ്പൻ സ്വീകരിക്കുന്ന രീതി സഭ സ്വീകരിക്കുന്ന രീതിയിലല്ല, ലോകം സ്വീകരിക്കുന്ന രീതിയിലല്ല, ഡിനോമിനേഷൻ സ്വീകരിക്കുന്ന രീതിയിലല്ല. സകലതും മറന്ന് എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ മകനെ അംഗീകരിച്ച് മകൻ്റെ കഴുത്തിൽ ഒരു റോപ്പ്, ഒരങ്കി അണിയിക്കുകയും കയ്യിൽ മോതിരം അണിയിക്കുകയും കാലിൽ ചെരുപ്പിടിപ്പിക്കുകയും ചെയ്ത് തൻ്റെ പേരിൽ ഒരു ഉത്സവം തന്നെ ഭവനത്തിൽ നടക്കുകയും മേൽത്തരമായ ദ ബെസ്റ്റ് കാഫ്, അല്ലെങ്കിൽ മേൽത്തരമായ ഒരു കാളക്കിടാവിനെ അറുത്ത് ആഘോഷിക്കുന്ന ഒരു രീതി നമുക്കവിടെ കാണാൻ കഴിയും. ഇതിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം തന്നെ ആദ്യം ഇങ്ങനെയാണ്: ഇതൊന്നും അറിയാതെ വയലിൽ പണിയെടുക്കുന്ന മൂത്ത ജ്യേഷ്ഠൻ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ബഹളം കേട്ടിട്ട് എന്താണെന്ന് അന്വേഷിക്കുകയും തൻ്റെ അനിയൻ മടങ്ങി വന്നതിൻ്റെ സന്തോഷമാണെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അപ്പനോട് കയർക്കുന്ന ഒരു ചേട്ടനെ നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ സാധാരണ ചോദിക്കുന്നൊരു ചോദ്യം, ഇതിലാരാണ് ശരി? നമുക്ക് 100% എല്ലാവരും പറയുന്നത് ചേട്ടൻ ശരിയാണ്, ചേട്ടൻ വീട് വിട്ടു പോയില്ലല്ലോ, അതുകൊണ്ട് ചേട്ടൻ ചോദിക്കുന്നത് ന്യായമല്ലേ? ചേട്ടൻ്റെ സ്നേഹിതന്മാരൊക്കെ വന്നപ്പോൾ, ഒരുപാട് പ്രാവശ്യം വന്നപ്പോഴും ഇതുപോലെ അപ്പനോട് ചേർന്ന് നിന്നിട്ടും ചേട്ടൻ്റെ സ്നേഹിതന്മാർക്കോ ചേട്ടനോ വേണ്ടി ഒരു കോഴിയെപ്പോലും ഒന്ന് കറി വെച്ച് കൊടുത്തിട്ടില്ല എന്നാണ് ചേട്ടൻ്റെ പരാതി. അപ്പോഴാണ് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ അനിയനെ വരവേൽക്കുന്നതിൽ ചെറിയൊരു അമർഷം മൂത്ത ആൾക്കുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു സന്ദേശമാണെന്ന് കേൾക്കുന്നത്. അപ്പോൾ ആ സന്ദേശം കേൾക്കുക. എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം ഇതേ ഉള്ളൂ. അതിൻ്റെ മറുപടി ഞാൻ നിങ്ങൾ മെസ്സേജ് കേൾക്കുന്നതിന് മുമ്പേ പറയാനുള്ള ആഗ്രഹത്തോടെ പറയുകയാണ്. നമ്മളെല്ലാവരും ഒരു വിധത്തിൽ ട്രാപ്പിലാണ്. ഇത് ഒരു ചെറിയൊരു കഥയല്ല. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ദൈവമായിട്ടുള്ള കണക്ഷനിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാതെ ജീവിക്കാം. ഇപ്പോൾ വീഴ്ചയ്ക്ക് മുമ്പേ ആദാം ഏദൻ തോട്ടത്തിൽ ജീവിച്ചതും ഏദൻ തോട്ടത്തിൽ പുറത്ത് 930 വർഷം ജീവിച്ച ജീവിതവും രണ്ട് ജീവിതമാണ്. ദൈവമായിട്ട് ബന്ധമില്ലാതെ 930 വർഷം ദൈവമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചു കാലം ജീവിക്കലായിരുന്നു, ജീവനിൽ വാഴുകയായിരുന്നു. രണ്ടും ചെറിയൊരു അന്തരമല്ല, വലിയൊരു അന്തരമുണ്ട്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എങ്ങനെയും ജീവിക്കുക എന്നല്ല, ജീവനിൽ വാഴുക എന്നാണ്. പ്രത്യേകിച്ച് റോമർക്കെഴുതിയ ലേഖനം 5:17 എഴുതി, കൃപ സമൃദ്ധിയായി ലഭിച്ചവൻ ജീവിക്കുമെന്നല്ല, അധികമായി ജീവനിൽ വാഴും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ചേട്ടൻ ചോദിച്ച ചോദ്യം കറക്റ്റാണ്, പക്ഷെ അതിനേക്കാൾ
അനിയൻ എന്താണ് സംഭവിച്ചതെന്ന് അപ്പം പറയുകയാണ്, ഇത് പറ്റിപ്പോയതാടാ മോനെ, അവൻ സ്വയം പോയെന്ന് അല്ല, ഇവനെ ട്രാപ്പിലാക്കിയതാണ്, അല്ലെങ്കിൽ ശത്രു കൊണ്ടുപോയതാണ്. അത് നമുക്ക് ഊഹിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇവൻ മരിച്ചവനായിരുന്നു. നമ്മളെല്ലാം ആത്മീയമായി ഇങ്ങനെ മരിച്ചവരാണ്. ആത്മീയ മരണം എന്ന് പറയുന്നത് പിതാവിൽ നിന്നുള്ള ഡിസ്കണക്ഷനാണ്. ഇതിനാണ് മരണം എന്ന് പറയുന്നത്. അതാണ് അവിടെയും നമ്മൾ കാണുന്നത്. ഈ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. ആ ജീവിച്ചപ്പോൾ ദൈവത്തിനുണ്ടായ സന്തോഷം, ഭവനത്തിൻ്റെ അകത്ത് വന്നപ്പോൾ ഉണ്ടായ സന്തോഷം, ദൈവത്തിന് ഇത്രയും അല്ലെങ്കിൽ അപ്പന് ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് എത്ര അധികം സന്തോഷം ഉണ്ടാകണം എന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ സഭകളിലൊക്കെ അമിതമായ സന്തോഷം കവിഞ്ഞൊഴുകുന്ന ക്ലിപ്പുകൾ നിങ്ങൾ കാണുവാനിടയായി. ഇപ്പോഴും യൂട്യൂബിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇവരുടെ എല്ലാം സന്തോഷത്തിന് ഞാനല്ല കാരണം. ഇവിടെ എല്ലാം സന്തോഷത്തിന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവാണ് കാരണം. ചിലവർ ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും ഇഷ്ടമല്ല. ഇവരെല്ലാവരും കണ്ടിരിക്കുന്ന സുവിശേഷം എല്ലാവരും കരയുന്ന ഒരു സുവിശേഷം. സുവിശേഷത്തിൽ എവിടെയും കരഞ്ഞതായിട്ട് എഴുതിയിട്ടില്ല. ചിലർ ചോദിച്ചത് കരയുന്ന സുവിശേഷമാണ് ഞാൻ കേട്ടത്. ഏത് സുവിശേഷമാണ് കേട്ടതെന്ന് എനിക്കറിയത്തില്ല. നല്ലൊരു ശതമാനം വ്യക്തികൾക്ക് ബൈബിളിനെക്കുറിച്ച് ABCD അറിയത്തില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. അതാണ് ഇതിൻ്റെ സത്യം. അങ്ങനെ ബൈബിളിനെക്കുറിച്ച് എല്ലാവർക്കും സാമാന്യമായിട്ട് അറിയുമായിരുന്നെങ്കിൽ ഇന്ന് ഏകദേശം 1 ലക്ഷത്തോളം ഡിനോമിനേഷൻ ക്രിസ്ത്യാനികൾ വരത്തില്ലായിരുന്നല്ലോ. അപ്പോൾ ഓരോരുത്തർക്ക് ബൈബിളെക്കുറിച്ച് മനസ്സിലാക്കിയത് പൊട്ടൻ ആനയെ കണ്ടതുപോലെയാണ്. വാല് പിടിച്ചപ്പോൾ തോന്നിയതൊന്ന്, കാല് പിടിച്ചപ്പോൾ തോന്നിയതൊന്ന്, ചെവി പിടിച്ചപ്പോൾ തോന്നിയതൊന്ന്, അങ്ങനെ ഓരോരുത്തർക്ക് തോന്നിയത്. അങ്ങനെ തോന്നുന്നതല്ല ബൈബിൾ. ബൈബിൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടതും ദൈവത്തിൻ്റെ പ്ലാനുകളും ദൈവത്തിൻ്റെ പർപ്പസും ഊതി അക്ഷരങ്ങളാക്കി നമ്മുടെ കയ്യിൽ തന്നതാണെന്ന് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ മാത്രമേ ബൈബിൾ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ ഇൻ്റലക്ച്വൽ നോളജ് വെച്ച് ഒരിക്കലും ബൈബിളിനെ അനലൈസ് ചെയ്യരുത്. അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഞാൻ പറയുന്നത്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ദൈവരാജ്യം പ്രസംഗിക്കാതെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പ്രസംഗിക്കരുത്. കാരണം ഒരിക്കലും മനസ്സിലാക്കത്തില്ല. പരിശുദ്ധാത്മാവ് വെറുതെ ഒരു ശക്തിയായിട്ടും പരിശുദ്ധാത്മാവ് കുറച്ച് ഭൂതങ്ങളെ ശാസിക്കാനും രോഗിയെ സൗഖ്യമാക്കാനും വരുന്ന ഒരു സംഗതി, ഒരു ശക്തിയൊന്നുമല്ല. പരിശുദ്ധാത്മാവ് എന്താണെന്ന് അറിയണമെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കണം. ഇന്നത്തെ മെസ്സേജ് അതല്ല. ഇന്നത്തെ മെസ്സേജ് നമ്മളെല്ലാം ട്രാപ്പിലായി. ഞാൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ജനിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനിയോ മുസ്ലിമോ എനിക്കറിയത്തില്ല, പലരെയും ശത്രു മാറ്റിക്കളഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞതുപോലെ ദാസേട്ടൻ വയലാർ രചിച്ച പാട്ടിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യൻ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പാടി. സത്യമാണ്. യേശു കർത്താവ് കൊണ്ടുവന്നത് ഒരു ഗവൺമെൻറ്റിനെയാണ്, ഒരു റിലീജിയനെ അല്ല. അതുകൊണ്ട് നമ്മളാരും മതമല്ല പ്രസംഗിക്കേണ്ടത്, ഡിനോമിനേഷനല്ല പ്രസംഗിക്കേണ്ടത്. നമ്മളങ്ങനെ ഫാനറ്റിക്സുകളാകരുത്. ഒരു ബ്രോഡ് മൈൻഡ് നമുക്കുണ്ടാകണം. കർത്താവ് വരാനുള്ള സമയം അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി ദൈവരാജ്യം പ്രസംഗിക്കുക, ദൈവരാജ്യത്തിൻ്റെ ശക്തിക്കായി ഒരുമനപ്പെടുക, ഒറ്റക്കെട്ടായി നിൽക്കുക. സർവശക്തനായ ദൈവം നമ്മിലൂടെയും നിങ്ങളിലൂടെയൊക്കെ വൻ കാര്യങ്ങളെ ചെയ്യട്ടെ. ശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വേദവാക്യമാണ്. അതിൻ്റെ 11-ാം വാക്യം മുതൽ താഴേക്ക് വായിച്ച്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം മുതൽ താഴേക്ക്. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുൻപിൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ നിർദ്ദണപ്പുകാരനായി ജീവിച്ചു. വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ അവനെ
തൻ്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ. വേഗം മേത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ. ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പീൻ. തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പീൻ, നാം തിന്ന് ആനന്ദിക്കാം. ശ്രദ്ധിക്കുക, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവരിക, നാം തിന്നുക, ആനന്ദിക്കുക. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. ഈ എൻ്റെ മകൻ മരിച്ചവനായിരിക്കുന്നു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീട്ടിനോട് അടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ചു, ഇതെന്ത് എന്ന് ചോദിച്ചു. അവനോട്, നിന്റെ സഹോദരൻ വന്ന് നിന്റെ അപ്പൻ അവന് സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട് തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ചു, അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോടും കൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴോ തടിപ്പിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവനോട്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളത് എല്ലാം നിന്റേത് ആകുന്നു. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. 40-ലധികം ഉപമകൾ ദൈവരാജ്യത്തെക്കുറിച്ച് യേശു കർത്താവ് സംസാരിച്ചു. 40-ലധികം. മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ കൂടുതൽ എഴുതി, പ്രത്യേകിച്ച് 13-ാം അധ്യായത്തിലേക്ക് എത്തിയപ്പോഴേക്കും വിത്ത് വിതയ്ക്കുവാൻ കർഷകനുമായിട്ട് വിതയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടാണ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ തന്നെ കാണാതെ പോയ 2 വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഒന്ന്, 100 ആടുകളിൽ 1 കാണാതെ പോയാൽ ആ കാണാതെ പോയതിൻ്റെ പിറകെ പോകുന്ന ഇടയൻ, 2 ദ്രഹ്മപണം. അങ്ങനെ 2 ഉപമകൾക്ക് ശേഷം 3-ാമത് പറഞ്ഞ ഒരു ഉപമയാണ് ഈ ഒരു കാര്യം. ഒരു കഥ പോലെ നിങ്ങൾ കേട്ടിരിക്കുക. ഈ ദൈവരാജ്യത്തിൻ്റെ ഉപമകളിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഉപമയാണ് ഈ മുടിയനായ പുത്രൻ്റെ മടങ്ങിവരവ് അല്ലെങ്കിൽ തിരിച്ചുവരവ്. അതിനേക്കാൾ കൂടുതൽ സ്നേഹനിധിയായ ഒരു പിതാവ്. ഇത് വായിക്കുമ്പോൾ പല ചോദ്യങ്ങൾ ഇതിലുണ്ട്. ആദ്യത്തെ ചോദ്യം അവസാനം എഴുതിയതെല്ലാം ഞാൻ തുടങ്ങുകയാണ്. അപ്പൻ ചെയ്തത് ശരിയാണോ? ഒന്ന്, ഞാൻ ആരംഭത്തിലല്ല, ഇതിൻ്റെ ലാസ്റ്റിലേക്ക് എത്തി. കാരണം ഇതൊന്നും അറിയാതെ വയലിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ചേട്ടൻ വീട്ടിലേക്ക് അടുക്കുമ്പോൾ ഭവനത്തിൻ്റെ അകത്ത് വലിയൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ്. അവൻ അറിഞ്ഞിട്ടില്ല. അവൻ അടുത്ത് എത്തുമ്പോഴേക്കും ഈ ആർപ്പും ആഘോഷത്തിൻ്റെ ആ വിഷയങ്ങൾ അറിഞ്ഞപ്പോൾ അവൻ അന്വേഷിച്ചു, ഇതെന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്, ഇതേ എല്ലാം വാങ്ങിച്ചു കൊണ്ടുപോയി മുടിച്ച് കളഞ്ഞില്ലേ, അവൻ തിരിച്ചു വന്നിരിക്കുന്നു. അവൻ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനാണോ ഇത്രയൊക്കെ അപ്പൻ കാട്ടിക്കൂട്ടുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി അകത്തേക്കില്ലെന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറാൻ
മടി കാണിച്ച് പുറത്തു നിൽക്കുന്ന മൂത്ത മകനോട് അപ്പൻ കാര്യം അന്വേഷിക്കുമ്പോൾ ഇതാണ്, ഞാൻ എന്തിനു വരണം അകത്തേക്ക്? ഞാൻ ഇത്രയും നല്ലവനായി നിന്നെ സേവിച്ചിട്ട് എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ആഘോഷം ഇവിടെ നടന്നിട്ടില്ല. പക്ഷെ സർവ്വതും മുടിച്ചു കളഞ്ഞ് കുടുംബത്തിന് സൽപ്പേരുണ്ടാക്കിയ, സൽപ്പേരാണ് അല്ല, അനമാകെ മുടിച്ചു കളഞ്ഞ് ഇതുപോലൊരു ദോഷകരമായൊരു കാര്യം ചെയ്ത ഒരുത്തനെ തിരിച്ച് വീട്ടിൽ കയറ്റിയത് തന്നെ ആപത്ത്. അതിൻ്റെ ഇടയിൽ അവൻ്റെ പേരിൽ ഒരാഘോഷം ഇത് വേണമായിരുന്നോ? അതാണ് അപ്പൻ്റെ കൂടെയുള്ള മകൻ്റെ ചോദ്യം. നിങ്ങൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അപ്പൻ ചെയ്തത് ശരിയോ? മറ്റവൻ്റെ ആണിതെല്ലാം, അപ്പം എന്നും സെലിബ്രേഷനാണ്. പക്ഷെ മറ്റേത് മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോഴാണ് ആദ്യമായിട്ടുള്ള സെലിബ്രേഷൻ. പക്ഷെ അവൻ്റെ പേരിൽ ഒരു സെലിബ്രേഷൻ നടന്നതായിട്ട് നെവർ മെൻഷൻ ദ ബൈബിൾ. വീട്ടിലിരിക്കുന്നവൻ്റെ പേരിൽ ഒന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഇത്രയും സങ്കടം വരത്തില്ല. അവൻ ചോദിക്കുകയും ചെയ്തു, ഞാൻ നിന്നോട് കൂടെ അത്രയും വിശ്വസമായിട്ട് എൻ്റെ പേരിലൊന്നും നടന്നിട്ടില്ല. അപ്പം ഞാൻ സമയം അധികം കളയാതിരിക്കാൻ ഞാനൊരു കാര്യം പറയാം. ഇതാരംഭിച്ചത്, ഈ പ്രശ്നങ്ങളെല്ലാം ഈ മുടിയനായ പുത്രൻ എപ്പോഴാണ് വന്നത്? എല്ലാം നഷ്ടമായപ്പോഴാണ്. എല്ലാം നഷ്ടമായത് എപ്പോഴാണ്? അപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്. അപ്പൽ നിന്ന് അകന്നു മാറിയപ്പോഴാണ്. അപ്പോൾ സോഴ്സിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്. മനസ്സിലായോ? അപ്പൽ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രശ്നം അതായിരുന്നു. അപ്പം നമ്മളെല്ലാം തിരിച്ചെന്തിരിക്കാൻ വന്നിരിക്കുന്നത്? നമ്മൾ അപ്പനിലേക്ക് വന്നു. ഹല്ലേലൂയ. അപ്പൽ നിന്ന് പോയതാണ് നമ്മുടെ എല്ലാം പ്രശ്നം. അപ്പനുമായിട്ട് ഡിസ്കണക്റ്റഡ് ആയിരുന്നു. പക്ഷെ സുബോധം വീണു. അപ്പം നമുക്ക് സുബോധം വീണു. നമ്മളെ കാണുന്ന അനേകർക്ക് അവർക്ക് നമുക്ക് ബോധം വീണിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ നമ്മളെ കാണുമ്പോൾ അവർക്ക് പൊട്ടനായി തോന്നും. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം അവർക്ക് മനസ്സിലാവത്തില്ല. നമ്മളിങ്ങനെ ചിരിക്കുമ്പോഴും ആഘോഷിക്കുമ്പോഴും ഘോഷിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഭ്രാന്താന്ന് തോന്നും, നമ്മൾ അബ്നോർമലാണെന്ന് നമ്മളെക്കുറിച്ച് അവർക്ക് തോന്നുമ്പോൾ ഇവർ നോർമൽ അല്ലെന്ന് നമുക്കും അറിയാം. ദൈവത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മളെ പൊട്ടനെന്ന് പറഞ്ഞാൽ അവനെ എന്ത് പറയണമെന്ന് പറ. അപ്പം അവൻ എത്ര വലിയ പൊട്ടൻ! അപ്പോൾ ഓട്ട് അവൻ ലോകപ്രകാരം ജീവിക്കുന്ന പ്രാകൃത മനുഷ്യൻ. അവന് ദൈവത്തെക്കുറിച്ച് അറിയത്തില്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ അറിയത്തില്ല. അവൻ പ്രാകൃത മനുഷ്യനാണ്. അവൻ നാച്ചുറൽ മാൻ എന്നാണ് 1 കൊരിന്ത്യർ 2:14 എഴുതിയിരിക്കുന്നത്. അവൻ രക്ഷിക്കപ്പെട്ടവനല്ല, ദൈവമായി കണക്റ്റഡ് അല്ല. അപ്പം അവൻ്റെ പ്രശ്നങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അവൻ പന്നിക്കും പട്ടിക്കും ഒക്കെ അവൻ ഇനിയും പോവും. പക്ഷെ നിങ്ങളും ഞാനും ആ ലെവലിലേക്ക് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സങ്കടമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മുടെ സന്തോഷമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം ഈ മകൻ തിരിച്ചു വന്നത് ആഘോഷം ഈ ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല. അവിടേക്കാണ് ഞാൻ വരുന്നത്. പക്ഷെ അപ്പന് ഇഷ്ടപ്പെട്ടു. അപ്പം ചർച്ചിന് ഇഷ്ടപ്പെട്ടോ, പാസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടോ, സംഘടനയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഒന്നും വിഷയമല്ല, അപ്പന് ഇഷ്ടപ്പെട്ടു. മകൻ തിരിച്ചു വന്നപ്പോൾ ഒരു ഫെസ്റ്റിവൽ, ഒരു ഫീസ്റ്റാക്കി വീട്. ഹല്ലേലൂയ. അപ്പം ഇവൻ നമുക്ക് നന്നായിട്ട് വായിച്ചപ്പോഴേ നിങ്ങൾക്ക് ആ കഥ മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എൻ്റെ സബ്ജക്റ്റ് മെയിൻ അതല്ല. എൻ്റെ സബ്ജക്റ്റ് നമ്മുടെ സന്തോഷം തന്നെയാണ്. ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ സന്തോഷം തന്നെയാണ്. അപ്പോൾ മുടിയനായ പുത്രന് ഒരാവശ്യവും ഇല്ലായിരുന്നു ഈ ഭാഗം വാങ്ങിച്ചിട്ട് പോകാൻ. ഏത് സമയത്ത് തോന്നി ഈ ബുദ്ധി എന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ പിറകിൽ പിശാച് അവനെ പ്രേരിപ്പിച്ചതാകാം.
ഇല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിയിൽ അല്ലെങ്കിൽ കൂട്ടുകാർ ഇൻഫ്ലുവൻസ് ചെയ്താകാം. നീ എന്തിനാണ് അങ്ങനെ കഷ്ടപ്പെടുന്നത്? അത് നിനക്ക് അവകാശപ്പെട്ടല്ലേ, നീ വാങ്ങിക്കോ, അടിച്ചു പൊളിച്ച്. ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്താകാം. ഏതായാലും അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. എനിക്ക് ദേശം എൻ്റെ വിഷയമല്ല, എൻ്റെ വിഷയം ദൈവത്തിൽ നിന്ന് എത്ര അകലുന്നു എന്നുള്ളതാണ്. അപ്പൻ എന്ന് പറയുന്നത് സോഴ്സാണ്. അപ്പനാണ് സോഴ്സ്. ആ സോഴ്സിൽ നിന്നാണ് ഡിസ്കണക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ അവകാശം മുഴുവനും പോയി കിട്ടി. ഇപ്പോൾ യാക്കോബ് ചെയ്തത് ഒരു കണക്കിന് തെറ്റ്. കാരണം ഇസ്ഹാക്കിൻ്റെ മുമ്പ് പോയിട്ട് യാക്കോബ് എന്ന് പറഞ്ഞിട്ട് യശാവ് എന്നും പറഞ്ഞിട്ട് അനുഗ്രഹം അടിച്ചു മാറ്റി. പക്ഷെ ലീഗലായിട്ട് ചില കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. യേശാവിന് യാക്കോബിനോട് ദേഷ്യപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം ജ്യേഷ്ഠാവകാശം വിറ്റ ആളാണ് യേശാവ്, അല്ലേ? പായസത്തിന് പകരം ഇനി അയാൾ കോപിക്കേണ്ട കാര്യമില്ല. അയാൾക്ക് ഈ അവകാശത്തെക്കാൾ വലുത് പായസമായിരുന്നു. ഇന്ന പോലെ മുടിയനായ പുത്രന് അപ്പൻ്റെ ആ റിലേഷൻഷിപ്പിനേക്കാൾ വലുത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആരും ചോദ്യം ചെയ്യാത്ത തൻ്റേതായ വഴിക്ക് ജീവിക്കുന്ന ഒരു സ്റ്റൈൽ. അതാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്, ചെറുക്കൻ ഇഷ്ടപ്പെട്ടത്. കുഴപ്പമൊന്നുമില്ല, അപ്പന് കുഴപ്പമൊന്നുമില്ല. ദൈവത്തിൽ നിന്ന് അകറ്റിയത് ഏത് ചെകുത്താനായാലും അത് വിഷയമല്ല. പക്ഷെ അകന്നോടുകൂടെ പ്രശ്നം തുടങ്ങി. ദൂരദേശത്തേക്ക് പോയപ്പോൾ അവൻ പ്രമാണിയായെന്നല്ല, അവിടെ ക്ഷാമമുണ്ടായി. അപ്പൻ്റെ വീട്ടിൽ ക്ഷാമമുണ്ടെങ്കിലും നിനക്കത് ബാധകമല്ല. കാരണം നിനക്കതവിടെ ഉത്തരവാദിത്വമില്ല. നിന്നെ സംരക്ഷിക്കുന്ന ഒരു അപ്പനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ മുടിയനായ പുത്രൻ്റെ ചേട്ടൻ അപ്പനോട് പറഞ്ഞത്, ഇത്രകാലം മുഴുവനും വയലിൽ അധ്വാനിക്കുന്ന എനിക്ക് എൻ്റെ പേരിലൊന്നും ചെയ്തില്ല. ആ വാക്യം ഒന്ന് എടുത്തേ, ആ ഭാഗം മാത്രം ഒന്ന് എടുത്തേ. അദ്ദേഹം ഈ ചേട്ടൻ തിരിച്ചു വരുമ്പോൾ എന്താ കണ്ടത്? അവനകത്തേക്ക് കയറാതെ അന്വേഷിക്കുന്ന ആ ഭാഗം ഒന്ന് വായിച്ച്, അപ്പനോട് സംസാരിക്കുന്ന ഭാഗം. അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീടിനോട് അടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ചു, ഇതെന്ത് എന്ന് ചോദിച്ചു. അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ചു, അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. ഇന്നിപ്പോൾ പലരും അങ്ങനെയാണ്. വയലിലല്ല ഉത്സവം, വീട്ടിൻ്റെ അകത്താണ് ഉത്സവം. വലിയൊരു പോയിന്റാണ് ഞാൻ പറയുന്നത്. ചേട്ടൻ വയലിലായപ്പോൾ ഇത് കണ്ടില്ല. വീട്ടിൻ്റെ അകത്താണ് ഉത്സവം. നീ മടി പിടിച്ച് കടന്നാൽ നിനക്കത് അനുഭവിക്കാൻ കഴിയത്തില്ല. നീ അറയ്ക്കാതെ മടിക്കാതെ അകത്തേക്ക് വാ. ഓ ജീസസ്, ഹല്ലേലൂയ.